ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ജഗന്നാഥൻ കയറി വന്ന ഗോളിയാറിൻ്റെ മണ്ണിലേക്ക് നമ്മളിതാ വീണ്ടും തിരിച്ചിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ എപ്പിസോഡ് ഗോളിയാറിൻ്റെ മണ്ണിൽ നിന്ന് തുടങ്ങുകയാണ്. മധ്യപ്രദേശിൻ്റെ ഉസ്താദ് ബാദുഷാ ഖാൻ്റെ എന്ന ഖബറിൽ പച്ചമണ്ണ് വാരിയിട്ട അതേ ഗോളിയാറിൻ്റെ സ്റ്റേഷനാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോളിയാർ ഇത് മധ്യപ്രദേശിലാണ് ഗോളിയാർ ഉള്ളത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് രാജസ്ഥാനും റൈറ്റ് സൈഡിൽ വന്നിട്ട് നമ്മുടെ ഉത്തർപ്രദേശാണ് കേട്ടോ ഉണ്ടാവുക. താങ്ക് യു. ഒരു എഫക്റ്റ് വന്നു. എന്തായാലും നമുക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക്. ഇനിയിപ്പോൾ നമ്മൾ ഡൽഹിയിൽ ഇന്ന് ഉച്ചയ്ക്ക് നമ്മളൊരു 1:30 ആകുമ്പോഴത്തേക്കും ഡൽഹിയിൽ പോയി ഇറങ്ങുക. അതിനുശേഷം അവിടെ നിന്ന് ഇന്ന് വൈകിട്ടാണ് നമുക്ക് ട്രെയിൻ നമ്മുടെ ഉത്തരാഖണ്ഡിലേക്ക്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. മറക്കും. നമ്മളങ്ങനെ ഡൽഹി എത്താറായേ. ശരിക്കുണ്ടല്ലോ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഈ ഒരു കാലാവസ്ഥയൊക്കെ മൊത്തത്തിലങ്ങ് മാറിയായിരുന്നു കേട്ടോ. ആ മഴയെല്ലാം പോയി മൊത്തത്തിലൊരു വരൾച്ചയൊക്കെ വന്നു. പിന്നെ ഒരു വഴിക്ക് കുറേ നമ്മുടെ മുന്തിരിപ്പാടങ്ങളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മഹാരാഷ്ട്രയുടെ ആ റീജിയനിലെ ഇപ്പം അത്യാവശ്യം നല്ല ചൂടായി തുടങ്ങി കേട്ടോ. ഡൽഹിയിലൊക്കെ നല്ല ചൂടാണെന്നാണ് കേട്ടത്. നമ്മളങ്ങനെ നിസാമുദ്ദീനിലെത്തി കേട്ടോ. നിസാമുദ്ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൽഹി എത്തിയ ഞാനുണ്ടല്ലോ ഇവിടെ ഒരാളെ പരിചയപ്പെടുത്തി തരാവേ. നമ്മുടെ നാട്ടുകാരനാണ്. നമ്മുടെ ഉണ്ടല്ലോ വൈശാഖിൻ്റെ അനിയനാണ്. അതായത് നമ്മൾ പൂനെയിൽ പോയപ്പോൾ അവിടെ താമസിച്ചപ്പോൾ വൈശാഖിനെ പരിചയപ്പെട്ടില്ല. വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ വൈശാഖിൻ്റെ ചേട്ടനല്ലേ? ചേട്ടൻ എന്നെ ട്രെയിനിൽ നിന്ന് തപ്പിപ്പിടിച്ചു കേട്ടോ. ഞാൻ നോക്കുമ്പോൾ എന്നെ അന്വേഷിച്ച് ട്രെയിനിൽ ആൾ വന്നേക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ അത്രയ്ക്ക് അങ്ങ് ഫേമസ് ആയി പോയി. അതിന് ഇവിടെ എന്ന ലഗേജ് ഇറക്കലും പരിപാടിയും പണി കിട്ടിയിട്ടുണ്ട്. നീ ഇവിടെ സെറ്റിൽ ആവാണോടോ? ഒരു ചേട്ടാ ലഗേജ് ആണല്ലോ. ഇത് പുറത്തിറങ്ങാം കേട്ടോ. നമുക്ക് ഇത് അങ്ങനെ കിടക്കണ്ടേ? ആ എ സി ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ചൂടല്ലേ? എ സി ഇറങ്ങിയപ്പോൾ ചൂടൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. ശരിക്കും ചൂടുണ്ട് കേട്ടോ. ഇവിടെ മഴയൊന്നുമില്ല. ഇന്നലെ മിനിഞ്ഞാന്നുകൊണ്ട് ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ. പിന്നെ പൊതുവേ ഒരു വരണ്ട കാലാവസ്ഥയാണ് ഇവിടെ. നമുക്കിനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. അവിടെ നിന്ന് ഇന്ന് 8:50 വൈകുന്നേരം വരെ എങ്ങനെ തള്ളി നിൽക്കുന്നുള്ളതാണ്. പോകുന്ന വഴിക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് കാണാം കേട്ടോ. ഇവിടെ റെയിൽവേ സ്റ്റേഷന് പണിയൊക്കെ നടക്കുവാണ്. അത് റോഡിന് പ്ലാറ്റ്ഫോമിലൊക്കെ മണ്ണെല്ലാം കൊണ്ടൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇതുണ്ട് നമ്മൾ കോവിഡിന് ശേഷമുള്ള ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളാണ്. തിരക്കിനൊന്നും ഒട്ടും കുറവില്ല കേട്ടോ. എല്ലാവരും തന്നെ മാസ്ക് വെച്ചിട്ടുണ്ട്. അയ്യോ കണ്ടല്ലേ. ഇവിടെ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ പ്ലാറ്റ്ഫോം 8 വരെയൊക്കെ ഉണ്ട്. എൻ്റെ അമ്മേ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലെത്തി കേട്ടോ. ടാക്സിയുടെ ഒക്കെ നല്ല തിരക്കാണല്ലോ. ഇതാണല്ലേ മുൻഭാഗം. അപ്പോൾ രണ്ടുപേരോടും നമ്മൾ ബൈ പറയുകയാണേ. ബൈ വേണേ നാട്ടിൽ വെച്ചിട്ട് കാണാം. പേര് പറഞ്ഞില്ല. എൻ്റെ പേര് ബിജോയ്. ഓക്കെ. അപ്പം ശരി എന്നാലേ. ഞാൻ ഉള്ളത് നേരെ അങ്ങോട്ട് കിടക്കുന്നു. വരുന്ന വരവിൽ ഞാൻ ഓളയും യൂബറും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബുക്ക് ചെയ്യണം. വണ്ടി ബുക്ക് ചെയ്യണം. നേരെ കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനിലോട്ട് ബുക്ക് ചെയ്യാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അതിനിടയ്ക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കണം. ഇവിടെ നിന്ന് അപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് അതും നോക്കണം. ഊബറിൽ ടാക്സി ബുക്ക് ചെയ്തു. യെസ്. കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ നമുക്ക് നേരെ കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാവേ. നമ്മുടെ ഭയ്യാണ്. भैया आपका नाम क्या है? मेरा नाम? हाँ मेरा नाम ख्याल सिंह है. ख्याल सिंह नाम है. ख्याल सिंह. ओके. वो आप दिल्ली में है? मैं दिल्ली लोकल ही हूँ. लोकल. ओके. हाँ
मैं केरला से आया हूँ। ओके वो अभी कंटोनमेंट रेलवे स्टेशन से उत्तराखंड जाता है। ओके कदगोदा। हाँ कैसा है वो इधर से वेदर? रेन है? नहीं अभी मीटिंग मतलब उमस बहुत ज़्यादा है। हाँ। गर्मी जैसे गर्मी ज़्यादा है। ओके। बिना एसी का नहीं बैठा जाता। लॉकडाउन खत्म हो गया है ना? लॉकडाउन यहाँ पे ख़त्म हो गया है, लेकिन मार्केट में बहुत भीड़ हो गई है, दोबारा लॉकडाउन लग सकता है। ഓക്കെ ശരിക്കും വണ്ടികളൊക്കെ ഓടാൻ തുടങ്ങി കേട്ടോ. അതുണ്ടെങ്കിൽ എല്ലാം ഡൽഹി പഴയ പോലെ തന്നെ ആയിട്ടുണ്ട്. നമുക്കെന്തായാലും ഡൽഹിയിലോട്ട് തിരിച്ച് വരാം കേട്ടോ. നമ്മുടെ പ്രഭാരണം കൊണ്ട് നമുക്ക് ഡൽഹി വരണം. നേരത്തെ നമുക്ക് ഡൽഹി മുഴുവനായിട്ട് കാണണം. ഇപ്പം ജസ്റ്റ് നമ്മൾ പാസ് ചെയ്ത് പോവുകയാണ്. നമുക്ക് നമ്മുടെ കയ്യിലൊരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നല്ല നല്ല കാഴ്ചകളൊക്കെ തേടി പോകാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഗേറ്റ് റോഡാണ്. എം പി ഓ എം പിമാരുടെ ബംഗ്ലാവാണ് അത്ര ഇത്. എം പി നല്ല പച്ചപ്പാണ് കേട്ടോ. നല്ല തണലും പച്ചപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്ട്രേറ്റ് ഇന്ത്യ ഗേറ്റ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കാണാതെ ഓക്കെ. ഇതാ നമ്മുടെ മാമച്ചൻ പറഞ്ഞ മതിലില്ലാത്ത ഇന്ത്യ ഗേറ്റ് കേട്ടോ. പോലീസ് ചെക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രപതി ഭവൻ ഇവിടെ റൈറ്റ് സൈഡിൽ വരുമെന്നാണ് നമ്മളോട് നമ്മുടെ ഭായി പറഞ്ഞത്. ഓ അതങ്ങ് ദൂരെ എനിക്ക് കണ്ണുകൊണ്ട് കാണാം ഫ്രണ്ട്സ്. കാം ചലത്താ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്ക് മിക്കവാറും വർക്കെല്ലാം കഴിഞ്ഞ് സെറ്റാവും. കാരണം നമ്മൾ അത്രയും ടൈം എടുക്കുക അതിൽ എത്താൻ വേണ്ടിയിട്ട്. ഓടിക്കൂടി പോകുമ്പോൾ കാണാം. അടുത്തടുത്താട്ടോ ഇവിടെ. ഫ്രണ്ട്സ് ഞാനുണ്ടല്ലോ അങ്ങനെ ഡൽഹി കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ 200 രൂപയാണ് കേട്ടോ ടാക്സിയുടെ റേറ്റ് ആയത്. 200 രൂപ കൊടുത്തു. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ പബ്ലിക് പ്ലേസിലോട്ട് വരുമ്പോൾ പ്രധാനപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാ വ്ളോഗേഴ്സും മുഖം കാണിച്ചിട്ട് സംസാരിക്കുക. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലീസുകാർ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമൊക്കെ. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് വിഷയമില്ല. അതുകൊണ്ടാണ് ഇവിടെ ജസ്റ്റ് അകത്ത് കോവിഡ് ടെസ്റ്റ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡൽഹി ഗവൺമെൻറ്റിൻ്റെ വക തന്നെ. അപ്പോൾ ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പെർമിഷൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഷൂട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തില്ല. അതൊന്നും ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഇനിയിപ്പം ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ മൊബൈലിലേക്ക് ഇത് വരും, ടെസ്റ്റ് റിസൾട്ട് വരും. ഇപ്പോൾ സമയം വന്നിട്ട് എത്ര മണിയായി? 2:35 ആയതുള്ളൂ. ഇനി 8:50 കേട്ടോ നമ്മുടെ ട്രെയിന്. എൻ്റെ അമ്മ ഞാൻ എന്തായാലും പുറത്ത് പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. വിശക്കുന്നുണ്ട് നല്ലോണം. റെയിൽവേ ലൈൻ ക്രോസ് ചെയ്ത് അപ്പുറം പോവാം. അവിടെ ഒരു ഹോട്ടലിൻ്റെ ബോർഡ് കാണുന്നുണ്ട്. ഇവിടെ ഇതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ ഇങ്ങോട്ടേക്ക് മാർക്കറ്റാണ്. അപ്പോൾ മാങ്ങയാണ് ഏറ്റവും കൂടുതൽ മാങ്ങാപ്പഴം. ഇഷ്ടം പോലെ മാങ്ങാപ്പഴമുണ്ട്. പിന്നെ ഉണ്ടല്ലോ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാക്കറ്റ് മറന്നുപോയി. ഒരു പ്രധാനപ്പെട്ട സാധനം എടുക്കാൻ മറന്നല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. തപ്പുമ്പോഴാണ് നമ്മളുടെ ജാക്കറ്റ് എടുത്തിട്ടില്ല. ജാക്കറ്റ് വീട്ടിലുണ്ട്. നമ്മൾ മുൻസിയാരിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് പർച്ചേസ് ചെയ്ത ആ ജാക്കറ്റ് കേട്ടോ. ആ ജാക്കറ്റിന് ബാഗില്ല ഇന്ത്യ കാണാനുള്ള. ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് നമുക്കൊരു ജാക്കറ്റ് കൂടി വാങ്ങണം. മുൻസിയാരി പോയി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര റേറ്റ് ആയിരിക്കും. കാരണം അവിടെ എല്ലാ സീസണിലും തണുപ്പാണ്. വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ ലെയറൊക്കെ ഇട്ടിട്ട് കോഡ് വരാണ്ടിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് ലെയർ. എന്നെ കാണുമ്പോൾ എല്ലാവരും മാസ്ക് വലിച്ചിടുന്നുണ്ടല്ലോ. അത് ക്യാമറ വേണ്ടിയിട്ടാണ് തോന്നുന്നത് കേട്ടോ.
അതിന് ജസ്റ്റ് നമുക്ക് ഇതിലേ നടന്നു നോക്കാം. പറ്റുമോ കിട്ടുവാണെങ്കിൽ ഒരു ജാക്കറ്റ് വാങ്ങാം. ഇതെന്തോ ഒരു മാർക്കറ്റ് ഏരിയ ആണെന്ന് തോന്നുന്നത്. എന്തായാലും കൊള്ളാം. ഒരു നല്ലൊരു ഹോട്ടലിൽ നിന്ന് നല്ലൊരു ഫുഡ് കഴിക്കണം. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ബിരിയാണിയുടെ ക്ഷീണം മാറിയിട്ടില്ല. പിന്നെ എനിക്ക് ശീലമായി കേട്ടോ, ഇങ്ങനത്തെ ഫുഡെല്ലാം കുഴപ്പമൊന്നുമില്ല, ഇല്ലാണ്ട് കഴിക്കും. അതിൽ ഒന്നും കഴിച്ചില്ല, വാങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് മണത്ത് നോക്കിയിട്ടവൻ അത് കളഞ്ഞു. എനിക്ക് പലചരക്ക് കട. അപ്പോൾ ലോക്ക്ഡൗണൊക്കെ ശേഷം ഡൽഹി പഴയ പോലെ വീണ്ടും ഓപ്പൺ ആയി എന്നുള്ള ഒരു വിവരം വീണ്ടും ഞാൻ പങ്കുവെക്കുകയാണ് നിങ്ങളോട്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസം ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വരാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എവിടെയും ചെക്കിങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡൽഹി വന്നിറങ്ങുമ്പോഴും നമുക്ക് ചെക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇൻ കേസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ ഫ്രീ ആയിട്ട് ആൻറ്റിജൻ ടെസ്റ്റ് അവിടെ നിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ. നടന്ന് വേറൊരു ജംഗ്ഷനിലെത്തിയത്. ഇവിടെ ബസ്സുകാരൻ കുടുങ്ങിയിട്ടുള്ളത്, വണ്ടി വിളിക്കാൻ പറ്റുന്നില്ല. വെരി ഗുഡ്. ഇവിടെ എവിടെയെങ്കിലും ഒരു ജാക്കറ്റിൻ്റെ ഷോപ്പ്. വളച്ച് വന്നോ? തപ്പി നോക്കണേ. ഇവിടെ ഒന്നുമില്ല, ഒരു റെസിഡൻഷ്യൽ ഏരിയയിലോട്ടാണ് കേട്ടോ വന്നേ. വിശക്കുന്നുണ്ട് നല്ലോണം. ഫ്രണ്ട്സ്, ഞാനങ്ങനെ പരാജിതനായി മടങ്ങാം. മുഴുവൻ വേർത്ത് കുളിച്ചു. ഒരു ഹോട്ടലോ ഒരു ജാക്കറ്റിൻ്റെ ഷോപ്പോ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇവിടെ ഒട്ടും ഹോട്ടലില്ല കേട്ടോ. ചെറിയ തട്ടുകടയിൽ സൈഡിൽ ഇങ്ങനെ ചെറിയ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. പക്ഷെ അത് പാനിപ്പൂരി പോലത്തെ അതുപോലത്തെ ഉള്ള ഐറ്റംസാണ്, നമുക്ക് കഴിക്കാൻ പറ്റില്ല. बर्फ आइस नहीं चाहिए, नहीं चाहिए ना आइस. हाँ वीडियो बना रहे. ഇവിടെ നിന്നുള്ള ജസ്റ്റ് നമുക്കിത് ഫ്രൂട്ട് ജ്യൂസ് ഈ ചേട്ടൻ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അനാറിൻ്റെ ഒരു ഫ്രൂട്ട് ജ്യൂസ് ഞാൻ അടിച്ചിട്ടുണ്ട്. വിശപ്പ് തൽക്കാലത്തേക്ക് മാറാൻ ഇതായിരിക്കും ബെറ്റർ. കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ്. ഇതിൻ്റെ അകത്ത് എന്തൊരു एक मसाला डालता है ना, कौन सा मसाला है वो? काला नमक. हाँ काला नमक, കറുത്ത കാല നമക്. അതിട്ടിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ടേസ്റ്റ് നല്ല ഉണ്ട്. കൂടാതെ ഞാനൊരു ആപ്പിളും പിന്നെ വേറെ പേരറിയാത്തൊരു പേരക്ക പോലെ ഇരിക്കുന്നൊരു സാധനം കൂടി വാങ്ങിയിട്ടുണ്ട്. ഞാൻ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. ഒന്നും നടന്നില്ല. ഞാൻ ഒരു കാര്യം ചെയ്തു, നേരെ സൊമാറ്റോ എടുത്ത് സൊമാറ്റോയിൽ ബുക്ക് ചെയ്തേ. ഫുഡ് ഡെലിവറി ലൊക്കേഷൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷൻ, പ്ലാറ്റ്ഫോം നമ്പർ 1 എന്ന് കൊടുത്തു. സാധനം കറക്റ്റ് ഇത് ഇവിടെ കൊണ്ടുപോയി തന്നിട്ടുണ്ട്. ഇത് ഇവിടെ നിന്നേലും കഴിക്കാം. കുറച്ച് കുപ്പി വെള്ളമെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഒന്നും കാണിക്കാനില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് വണ്ടിയെല്ലാം തപ്പി കണ്ടുപിടിച്ച് കയറി പെട്ടെന്ന് നാളെ രാവിലെ ആകുക എന്നുള്ളതുള്ളൂ. അതുകൊണ്ടാണ് ഈ ചെറിയ എന്താ പറയുക ഭയങ്കര ദാരിദ്ര്യപൂർണ്ണമായ വിഷ്വൽസൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ക്ഷമിക്കുക, എൻ്റെ ഒരു ദിവസം ഞാൻ നിങ്ങളെ കാണിക്കാൻ നോക്കുവാണ്. ഞാനങ്ങനെ ഉണ്ടല്ലോ ഭക്ഷണമെല്ലാം കഴിച്ചത് കണ്ടോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ ഒരു മൂലയ്ക്ക് ചാഞ്ഞ. ക്ഷീണമായി, ഭയങ്കര ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എ സിയിലും കൂടി വന്നു. പിന്നെ പെട്ടെന്ന് ഈ ഒരു ചൂടിലോട്ട് ഇറങ്ങിയപ്പോഴേ വല്ലാതെ വേർക്കുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ഏകദേശം 5 മണിക്കൂറുണ്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യണം അടുത്ത നമ്മുടെ വണ്ടി വരാൻ വേണ്ടിയിട്ട്. 5 മണിക്കൂർ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി നിൽക്കട്ടെ കേട്ടോ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ടെസ്റ്റില്ല, അത് ആൻറ്റിജൻ ടെസ്റ്റ് അല്ല കേട്ടോ, RTPCR ആണ്. ഇവിടുന്ന് സാമ്പിൾ എടുത്ത് ഏതോ പ്രൈവറ്റ് ലാബിലേക്ക് അയക്കുമായിരുന്നു. എനിക്ക് അതിൻ്റെ ഇത് വന്നു, മെസ്സേജ് വന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് വൈകുന്നേരത്തേക്ക് രാത്രിക്കത്തേക്ക് വരുള്ളൂ. അപ്പോൾ റിസൾട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ആ ഒരു ലിങ്ക് കൂടി നമുക്ക് മെസ്സേജായിട്ട് വരുമെന്നാണ് കേട്ടോ പറഞ്ഞത്. എന്തായാലും RTPCR ടെസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പം ഡൽഹിയിൽ വരുന്നവർ ചെയ്യേണ്ട ആൾക്കാർ ഫ്രീ ആയിട്ട് ചെയ്യണമെങ്കിൽ നേരെ കൺട്രോൾമെൻറ്റ് ഇങ്ങോട്ടേക്ക് വന്നാൽ ഉച്ചവരെ ഉള്ളൂ കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം അതില്ല. എന്തായാലും നേരത്തെ വന്നാൽ നന്നായി. അതൊരു 3 മണിയൊക്കെ ആയ സമയത്ത് അവരത് എടുത്തിട്ട് പോയി. ഇപ്പോൾ അടച്ചിട്ടുള്ളത് അതോ ആ ഒരു സൈഡിലായിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ചെറിയൊരു എപ്പിസോഡായിരുന്നു നമ്മുടെ ഇന്നത്തെ യാത്രയിൽ. പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നും, അതായത് ഞാൻ ഇവിടെ വന്ന് ഇറങ്ങി തിരിച്ച് കയറി പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ദിവസം നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അപ്പം നാളെ രാവിലെ നമ്മൾ നേരെ അവിടെ ചെന്ന് ഇനിയിപ്പം എനിക്ക് സാധനം വിളിക്കണം. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. നാളെ രാവിലെ എത്തും ആ ടാക്സിയുടെ ഒക്കെ പറഞ്ഞ് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നാളെ രാവിലെ അത് കഴിഞ്ഞിട്ട് ടാക്സിയിൽ പോകുന്ന നല്ല ബ്യൂട്ടിഫുൾ വിഷ്വൽസാണ് കേട്ടോ നാളത്തെ ആ റൈഡിലുണ്ടാവുക. അതായത് ഈ അവതാറിലൊക്കെ കാണുന്ന തരത്തിലുള്ള മലകളില്ലേ, പച്ച കളറിലുള്ള ആ ഒരു മലയും കാര്യങ്ങളും വാലി വ്യൂസൊക്കെയാണ് കേട്ടോ നാളത്തെ പോക്കിൽ നമുക്കുണ്ടാവുക. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നാളത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് എന്തുകൊണ്ടാണ് വീഡിയോ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ദിവസം
വീഡിയോ ഇടാത്തതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ വ്യൂസിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്, കുറവാണ്. ഇനിയിപ്പോൾ ഡെയിലി വീഡിയോസൊക്കെ ഇട്ട് എല്ലാവർക്കും പലർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഒരു 80% ആളുകൾക്കും നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ലെന്ന് പറഞ്ഞാൽ അത് കുറച്ച് അങ്ങനെയാണ്. നമ്മൾ ഇത്രയും ദിവസം ഡിലേ ആയതുകൊണ്ട് യൂട്യൂബ് ചെറിയൊരു പണി എനിക്ക് ഇങ്ങോട്ട് തരുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും എല്ലാവരും 6 മണിക്ക് നമ്മുടെ ചാനലിൽ കയറി നോക്കുമോ, വീഡിയോ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ, നിർത്തുന്നു. അപ്പം നാളെ നല്ല വ്യത്യസ്തമായ ഹരിതാപമായ ഉത്തരാഖണ്ഡിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് പുലർകാലത്ത് അവിടെ പോയി ലാൻഡ് ചെയ്യാം കേട്ടോ. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. മറക്കും.